ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഒരുപാട് ഇഷ്ടമാകുന്ന നല്ലൊരു സ്വീറ്റ് കട്ട്ലി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ കട്ട്ലി റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് അളവിൽ മാത്രമേ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുള്ളൂ. അതിൽ നിന്നും കുറച്ച് കുറവായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് അണ്ടിപ്പരിപ്പിലല്ല തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അതുപോലെ ഒരു അരക്കപ്പ് അളവിൽ കപ്പലണ്ടി കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ വറുത്ത കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം തനിയെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ഈ അരക്കപ്പ് അളവിലുള്ള കപ്പലണ്ടിയും കൂടി ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ലതുപോലെ എന്ന് വെച്ചാൽ ഒരു 2 മിനിറ്റ് മാത്രം നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് 2 രീതിയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്തിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അളവിൽ അണ്ടിപ്പരിപ്പ് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പലണ്ടി മാത്രം ചേർത്തിട്ട് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതും 1 കപ്പ് അളവിൽ വേണം കപ്പലണ്ടി എടുക്കാനായിട്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രം ആകുമ്പോഴത്തേക്ക് നല്ല റിച്ച് ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ അത്രയും അണ്ടിപ്പരിപ്പൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ പേരിലാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇത് വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുതെങ്കിൽ പിന്നെ പുറം ഭാഗമൊക്കെ കളറ് മാറിപ്പോവും. ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ചെറുതായിട്ടൊന്ന് തണുക്കണം. നല്ലതുപോലെ തണുക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ ഒരു സ്പീഡിലിട്ടിട്ട് അങ്ങനെ കറക്കിക്കൊണ്ടേ നിൽക്കാൻ പാടില്ല. എങ്കിൽ പിന്നെ ആ കപ്പലിൽ നിന്നൊക്കെ എണ്ണ വരും. അപ്പോൾ അതുണ്ടാകാൻ പാടില്ല. അതിൻ്റെ പേരിൽ നിർത്തി വേണം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ചെറിയ തരിയൊക്കെ ഉണ്ടാവും. അതൊന്നും പ്രശ്നമില്ല. ചെറിയ തരിയോടുകൂടി തന്നെ നമുക്ക് പൊടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളും കൂടി ചെയ്തെടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് അതേ സെയിം കടായി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1 കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള 1 കപ്പ് നട്ട്സിന് 1/2 കപ്പ് അളവിൽ തന്നെ പഞ്ചസാര ധാരാളമാണ്. അപ്പോൾ ഈ 1/2 കപ്പ് അളവിന് പഞ്ചസാരയ്ക്ക് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടിയാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുക്കിയെടുക്കണം. നമ്മൾ വെച്ച് കൊടുത്ത പഞ്ചസാര എല്ലാം ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു നൂൽ പരുവം വരുന്നത് വരെ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നല്ലതുപോലെ ഇതുപോലെ ഒരു നൂൽ പരുവായിട്ട് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇതുപോലെ കയ്യിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും നോക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ ഒരു നൂൽ പരുവ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതി ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും കൂടി ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വേണം വെക്കാനായിട്ട്. കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സായി കിട്ടിക്കോളും. നമ്മുടെ ഷുഗർ സിറപ്പിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ ക്രീം പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാവും. കാരണം ഏലക്കാപ്പൊടിയുടെ തരി ഇങ്ങനെ അവിടെ ആയിട്ട് ഉണ്ടാവും. പക്ഷെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണ് നമുക്കിതിൽ കിട്ടുന്നത്. അപ്പോൾ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഈ കടായിൽ നിന്ന് ഇതെല്ലാം ഇങ്ങനെ വിട്ട് വരും. ആ ഒരു രീതി വരുന്നത് വരെ നമ്മളിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം.
അപ്പോൾ അങ്ങനെ ഒരളവ് വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് ഇറക്കി വെക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്റ്റിക്കി ആയിട്ട് തന്നെ ഉണ്ടാവും. നല്ലതുപോലെ നമ്മുടെ ഷുഗർ സിറപ്പിലുള്ള ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പോയി കിട്ടണം. അപ്പോൾ അതാ ഇതുപോലെ ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം മാത്രം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ നെയ്യ് എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ഒരല്പം മാത്രം. നെയ്യ് അല്ലാതെ വേറെ ഒന്നും എണ്ണയൊന്നും ചേർക്കാൻ വേണ്ടി നിൽക്കണ്ട. നെയ്യില്ലെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ സൈഡിലൊന്നും മുട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, എങ്കിൽ പിന്നെ അതിൻ്റെ കളറ് മാറിപ്പോവും. അതിൻ്റെ പേരിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് പേർക്ക് ഇതുപോലുള്ള കട്ട്ലിയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ട് അത് കറക്റ്റ് ആവാത്ത പലരും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഷുഗർ സിറപ്പിലുള്ള ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റിച്ചെടുക്കാത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഏത് ബർഫി തയ്യാറാക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കട്ട്ലി തയ്യാറാക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ കടായിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഒരു ബോൾ പോലെ ഇങ്ങനെ ഉരുണ്ട് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് മാത്രമേ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതൊന്ന് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചൂടോട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലുള്ള ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ സ്റ്റീൽ തട്ടിലോ അലുമിനിയത്തിൻ്റെ തട്ടിലോ ഏതിലായാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മുകളിലേക്ക് ഒരല്പം നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ നമ്മുടെ കട്ട്ലിയുടെ മിക്സ് എല്ലാം ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ ചപ്പാത്തിയുടെ ഉരുള കൊണ്ട് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മാത്രം ഒന്ന് പരത്തിയെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇത് ചെറിയ രീതിയിൽ മാത്രമേ പരത്തിയെടുക്കുന്നുള്ളൂ. വലിയ രീതിയിൽ പരത്തിയെടുക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് പരത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്തെടുക്കണം. കാരണം ഇത് 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് കറക്റ്റായിട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ചതുരം പോലെയാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് കഴിച്ചു തുടങ്ങാവുന്നേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മുടെ ഐഡിയാസിനനുസരിച്ചിട്ട് കുറച്ച് ഡിസൈനൊക്കെ കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ 2-3 പിസ്ത ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് അതിന് മുകളിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നല്ലൊരു ചെറിയൊരു പച്ച കളറും കൂടെ കിട്ടും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. സാധാരണ ദീപാവലിക്കൊക്കെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുന്ന നല്ലൊരു കട്ട്ലി റെസിപ്പിയാണ്. അപ്പോൾ ഈ ദീപാവലിക്ക് നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇത് നമുക്ക് ഒരു 4-5 ദിവസം വരെയും ഒരു എയർടൈറ്റ് ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ദിവസം നമുക്ക് കേടാകാതെ ഇരിക്കും. അപ്പോൾ മറക്കണ്ട, ട്രൈ ചെയ്ത് നോക്കുന്നവർ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് ഒന്ന് തയ്യാറാക്കി നോക്കാനായിട്ടൊരു പ്രചോദനം ഉണ്ടാകുന്നത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.